മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിപികാരുണീശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 46 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പരിശുദ്ധ അമ്മയെ ഭാഗ്യവതി എന്ന് തലമുറകൾ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക. ഈ വചനത്തിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് നിവൃത്തിയായി. അമ്മ എങ്ങനെയാ ഭാഗ്യവതിയായത്? പ്രിയപ്പെട്ടവരെ, അമ്മ ഈ സ്തോത്രഗീതം ആലപിക്കുമ്പോൾ അമ്മയുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. എന്തുമാത്രം വേദനയിലാണ്, തകർച്ചയിലാണ്. വിവാഹിതയാകുന്നതിന് മുമ്പേ ഗർഭിണിയാകപ്പെടുന്ന യഹൂദ പെൺകുട്ടി കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. ഈ സ്തോത്രഗീതം ആലപിക്കുന്ന നിമിഷം അമ്മയ്ക്കറിയാം നാളെ താൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള പരിശുദ്ധ അമ്മയുടെ ചങ്കൂറ്റം നമ്മൾ ഓരോരുത്തർ നേടിയെടുക്കണം. പ്രിയപ്പെട്ടവരെ, അമ്മയ്ക്ക് ഈ ചങ്കൂറ്റം എവിടെ നിന്നാണ് കിട്ടിയത്? ഒറ്റ വചനത്തിൽ നിന്നാ. മാലാഖ പറഞ്ഞില്ലേ, ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന്. ആ വചനത്തിൽ നിന്ന് അമ്മ ശക്തി സ്വീകരിക്കുക. നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത് ഇങ്ങനെയാ. നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ ഒരുപാട് സഹനങ്ങളും വേദനകളും നമുക്കുണ്ടാകാം. ഇതിന്റെ നടുവിൽ നിന്ന് ദൈവമേ നിനക്ക് മഹത്വം, തന്റെ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു ധൈര്യം നിനക്ക് ലഭിക്കണമെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ്. നിന്റെ ഹൃദയത്തിലേക്ക് ഈ വചനം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ വചനം സ്വീകരിക്കുന്ന പരിശുദ്ധ അമ്മ അവിടുന്ന് പറയുകയാണ്, എന്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുന്നു. സന്തോഷിക്കുകയാണ് പറയുന്നത്. വേദനയുടെ നടുവിലും അമ്മയുടെ ഉള്ളം സന്തോഷിച്ചു. ഇതുപോലെ വേദനയുടെ നടുവിലും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളം സന്തോഷിക്കണം. ദൈവത്തെ മാറ്റി നിർത്തിയുള്ള സന്തോഷമാണ് ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് മദ്യത്തിലൂടെ ലഭിക്കുന്ന സന്തോഷം, ജഡികാസക്തിയിലൂടെ ലഭിക്കുന്ന സന്തോഷം, പണത്തിലൂടെ ലഭിക്കുന്ന സന്തോഷം, സുഖങ്ങളിലൂടെ ലഭിക്കുന്ന സന്തോഷം, വലിയ സൗകര്യങ്ങളിലൂടെ ലഭിക്കുന്ന സന്തോഷം, ഭൗതികമായിട്ടുള്ള വിജയങ്ങളിലൂടെ നേടിയെടുക്കുന്ന സന്തോഷം, ഇതൊക്കെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ സന്തോഷമല്ല നമുക്ക് വേണ്ടത്. ദൈവത്തിൽ സന്തോഷിക്കണം, ദൈവത്തിൽ ആനന്ദിക്കണം. ഈശോ എന്റെ സന്തോഷത്തിന്റെ കാരണമായിട്ട് തീരണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആനന്ദിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അത് ജീവിതത്തിന്റെ തകർച്ചയായിരിക്കാം, ദുരന്തമായിരിക്കാം, കഷ്ടതയായിരിക്കാം. അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവമേ ഞാൻ സന്തോഷിക്കുന്നു എന്നേറ്റു പറയുന്ന സന്തോഷമാണ് ദൈവത്തിലുള്ള സന്തോഷം. അതുപോലെ തന്നെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. എളിയ മനോഭാവത്തോടുകൂടെ ദൈവത്തിന് മുമ്പിൽ നിൽക്കണം. ദൈവത്തോട് പറയുകയാണ്, എനിക്കൊന്നുമില്ല, നീ തന്നതാണ് ഇതൊക്കെ, നീയാണ് എന്റെ ജീവിതത്തെ ഉയർത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റുപറയേണ്ട കാര്യം ഇതാ, എനിക്കൊന്നുമില്ല, ഞാൻ ബലഹീനനാ, പക്ഷെ നീയാണ് എന്റെ ജീവിതത്തെ ഉയർത്തുന്നതെന്ന് ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ വേദനയുടെ നടുവിൽ നിൽക്കുമ്പോഴും അമ്മ കണ്ടത് ദൈവത്തിന്റെ കാരുണ്യവും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ ശക്തിയും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ സാധിക്കട്ടെ. എപ്പോഴും ദൈവത്തിൽ സന്തോഷിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ, ദൈവത്തിൽ ആഴത്തിൽ വിശ്വസിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനുവേണ്ടുന്ന കൃപ യാചിച്ച് ഈശോയുടെ മുമ്പിൽ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളും പൈശാചിക ശക്തികളും നിർവീര്യമായി തീരട്ടെ. ഇവർ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.